എന്നെ എന്തിനാ എവിടെ ഇങ്ങനെ പിടിച്ച് കിടത്തിയിരിക്കുന്നേ? എന്താ ഉണ്ണിക്ക് ബോറടിച്ചോ? പിന്നല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് എത്ര ടെസ്റ്റുകളാണ് നടത്തിയത്. അത് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതല്ലേ, ഉള്ളില് വല്ല കേടും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. എന്നിട്ട് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് പോവാമല്ലോ. പിന്നെന്താ? അപ്പോഴേ ഉണ്ണിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും രോഹിണി എന്താ വരാത്തത്? ഓ, അവള് വരില്ല ഡോക്ടർ. ഇതല്ല, ഇതിനപ്പുറം ആയാലും അവളെ പ്രതീക്ഷിക്കണ്ട. അതെന്താ ഉണ്ണി അങ്ങനെ? അതങ്ങനെ ആയിപ്പോയി. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് വിണങ്ങാത്ത കേസാ അത്. അത് പോരടോ, താൻ വരച്ച വരയിൽ അവരെ നിർത്താൻ ഒരു വഴിയുണ്ട്. എങ്ങനെ ഡോക്ടർ? ശേ, ഉണ്ണിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ടെന്നും അങ്ങേയറ്റത്തെ സിങ്കിങ് സ്റ്റേജിലാണെന്നും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു. ചുമ്മാ പറയുന്നു എന്ന് വെക്കുക. ഇവരെല്ലാം കരച്ചിലൊതുക്കി വിങ്ങിപ്പൊട്ടുന്ന മുഖവുമായി അത് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു വിഷമവും ഉണ്ടാകരുത്. ഒരു ചെറിയ ഷോക്കേറ്റാ മതി, ആള് പോക്കാണെന്ന്. രോഗം അത്ര സീരിയസ് ആണല്ലോ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ രോഹിണിയുടെ മനസ്സ് ചിലപ്പോ ഒന്നിളകാതിരിക്കുമോ? ഇത് ചിലപ്പോ ഏക്കും. താലി കെട്ടിയ പുരുഷൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഏത് പെണ്ണിന്റെ മനസ്സാ ഇളകാത്തത് അല്ലേ മുത്തച്ഛ? ഇതോടെ അവളുടെ സകല പടവും അടങ്ങും. ചേടാ, ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലല്ലോ. എങ്കിൽ പിന്നെ ഇത്ര സമയം വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഭയങ്കര സീരിയസ് ആണെന്ന് പറയാം അല്ലേ? എന്ത് അസുഖമാണെന്നാ പറയാ? അതാ ഞാൻ ആലോചിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാലോ? അത് വേണ്ട, ഒരുപാട് സിനിമയിൽ വന്നതാ. പിന്നെ എന്താ പറയാ? പെട്ടെന്ന് കള്ളി വെളിച്ചത്താകാത്തൊരു രോഗമായിരിക്കണ്ടേ? അല്ലെങ്കിൽ എന്റെ ഹാർട്ട് പോക്കാണെന്ന് പറഞ്ഞാലോ? അത് ഒരു നല്ല സജഷനാണ്. പക്ഷേ ഹാർട്ടിന് എന്താ അസുഖമാണെന്നാ പറയാ? അതോ, എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസോർഡർ. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസോർഡർ. എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലാർ ഡിസോർഡർ. കൊള്ളാം, ഒരു സ്റ്റാറ്റസ് ഉള്ള രോഗം, പറയാനൊരു വെയിറ്റ് ഉണ്ട്. എന്റെ അമ്മോ, ഈ പേര് കേട്ടാൽ തന്നെ അവള് വരണ്ടു പോകും. ഇത് മതിയല്ലോ, അതോ ഇതിനേക്കാൾ വലുതല്ലേ വേണം? ഇത് ധാരാളമാണ്. അപ്പൊ ഡോക്ടർ ദിവസവും എന്നെ കാണാൻ വരണം. മരുന്ന് വല്ലതും കഴിക്കേണ്ടി വരില്ലേ? ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരാം, പിന്നെ ചില ഇഞ്ചക്ഷൻസ്. അയ്യോ, അത് വേണോ? വെറും ഗ്ലൂക്കോസ്, അതുകൂടി ആയാലേ രോഹിണി വിശ്വസിക്കും. ഇതിലവള് വീഴും. ഞാൻ വേരലും ഞൊടിക്കുന്നിടത്ത് അവള് നിൽക്കും. നോക്കിക്കോ. ഈ മീശയും കൂടെ എടുത്താലോ? അതെന്തിന്? എങ്കിലും ഒരു സിമ്പതി കിട്ടും. എന്താ? എല്ലാവരും ഏറ്റല്ലോ. കിടക്ക് വെച്ച് കാലുവാരികളരുത്, ആകെ നാറും. അമ്മതേ ഇപ്പോഴേ തുടങ്ങിയില്ല അഭിനയം. രോഹിണിയുടെ മുന്നിൽ വെച്ച് മാത്രം മതിയമ്മേ. ഇത്രയും സീരിയസ് ആണെന്നുള്ള വിവരം ഉണ്ണിയെ ധരിപ്പിച്ചിട്ടില്ല. കുറച്ചൊക്കെ അയാൾക്കറിയൂ. ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു വേദനയും ഉണ്ടാവരുത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. രോഹിണി മാത്രം വിചാരിച്ചാലേ അതിന് കഴിയൂ. അവസാന നിമിഷങ്ങളിലെങ്കിലും അയാളൊന്ന് ആശ്വസിച്ചോട്ടെ.
അയ്യോ ഞാൻ പതുക്കെ പതുക്കെ. അയ്യോ ജനബേ, ഒരു പെണ്ണിനെ മെരുക്കിയെടുക്കാൻ പെടുന്ന പങ്കപ്പാടേ. അയ്യോ. ആ ഡോക്ടർ കാര്യം പറഞ്ഞപ്പോഴെങ്ങനാ, ശരിക്കും വിശ്വസിച്ചോ? പിന്നെ ഷോക്കേറ്റതുപോലെ ആയില്ലേ? മുഖമൊക്കെ വിളറി, കണ്ണൊക്കെ നിറഞ്ഞ്. അയ്യോ പാവം. ഡോക്ടർ, കാപ്പി. എനിക്കോ? താങ്ക് യു. ഞാൻ ഉണ്ണീട്ടിന് പാലെടുത്തോണ്ട് വരാം. ഈ അസുഖത്തിന് ചുമയുണ്ടാവില്ല. ചുമ്മാ ഇരിക്കട്ടെ ഡോക്ടർ, എങ്കിലേ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ ചുമച്ച് ഉമിനീരിറക്കാൻ കൂടെ വയ്യാണ്ടായി. തൊണ്ട പറ്റിയിട്ട് വയ്യ. ഈ പാൽ അല്പം കുടിക്കൂ ഉണ്ണേട്ടാ. അയ്യോ അയ്യോ അയ്യോ. ആശ്വാസമുണ്ടോ? അയ്യോ അമ്മേ, അയ്യോ അമ്മേ. ഉണ്ണേട്ടാ, ഉണ്ണേട്ടന് എന്നോട് വെറുപ്പാണല്ലേ? ഞാൻ ചേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂല്ലേ? ഉണ്ണേട്ടനോട് മാത്രമല്ല, എല്ലാ ആണുങ്ങളോടും എനിക്ക് പകയായിരുന്നു. ഉണ്ണേട്ടൻ അറിയോ, പണ്ട് കോളേജ് അടച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ചീത്തയായിരുന്നു.